അടുത്ത പാട്ട് വരുന്നത് സോളാറിൻ്റെ എർത്തിങ്. എർത്തിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേന് സാധാരണ വിധത്തിൽ പലരും ചെയ്ത് കണ്ടിട്ടുള്ളത്, ഇപ്പം ലൈറ്റ്നിങ് അറസ്റ്ററിൻ്റെ കാര്യം പറയുമ്പോഴത്തേന് അലൂമിനിയത്തിൻ്റെ 50 ഗേജിൻ്റെ 50 mm² വയറാണ് നമ്മൾ ലൈറ്റ്നിങ് അറസ്റ്ററിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഡൗൺ കണ്ടക്ടർ 50 mm² താഴോട്ട് വന്ന് നേരെ സാധാരണ എല്ലായിടത്തും ചെയ്ത് കണ്ടുവന്നിട്ടുള്ളത് ഇവരുടെ എർത്ത്, അതായത് എർത്തിലേക്ക് വരുമ്പോഴത്തേന് എർത്ത് ഗ്രൗണ്ടിലേക്ക് മണ്ണിനോട് ചേർന്ന് പിറ്റിലേക്ക് ഇവർ ഒരു ക്ലാമ്പ് കണക്ട് ചെയ്തിട്ട് കൊടുക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ അലൂമിനിയം മണ്ണുമായിട്ട് ചേർന്ന് കഴിയുമ്പോഴത്തേന് പെട്ടെന്നത് ഡീഗ്രഡേഷൻ സംഭവിച്ച് അത് കുറച്ച് നാളിന് ശേഷം കഴിയുമ്പോൾ അലൂമിനിയത്തിൻ്റെ കണക്ടറോ അവിടെ വയറോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും കാണത്തില്ല. അതായത് നമുക്ക് എർത്ത് കണക്ടിവിറ്റി അപ്പം നഷ്ടപ്പെടും. ഇപ്പോൾ ഒരു ലൈറ്റ്നിങ് ഉണ്ടായി കഴിഞ്ഞാൽ തന്നെയും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേന് ലൈറ്റ്നിങ് അറസ്റ്റർ വെച്ചതിൻ്റെ ഒരു ഗുണമില്ലാതായി പോകും. അപ്പം ഒരിക്കലും നമ്മൾ ലൈറ്റ്നിങ് അറസ്റ്ററിൻ്റെയോ അതായത് എർത്തോ ഒക്കെ കൊടുക്കുമ്പോഴത്തേന് അലൂമിനിയത്തിൻ്റെ പാർട്ട് മണ്ണിലേക്ക് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യുന്ന വിധത്തിൽ ചെയ്യാൻ പാടില്ല. നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ലൈറ്റ്നിങ് അറസ്റ്റർ നേരെ 50 mm² വയർ വന്ന് അവിടുന്ന് ഒരു ബെഞ്ചിലേക്ക്, എർത്ത് ബെഞ്ചിലേക്ക് വന്ന് ആ ബെഞ്ചിൽ നിന്ന് താഴെ കോപ്പർ ബോണ്ടഡ് സ്ട്രിപ്പ് ഉപയോഗിച്ചാണ് നമ്മൾ താഴേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ കോപ്പർ ബോണ്ടഡ് സ്ട്രിപ്പ് ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ സ്ട്രിപ്പ് കോപ്പർ ഡയറക്റ്റ് എയറുമായിട്ട് സമ്പർക്കത്തിൽ വരുമ്പോഴത്തേന് ക്ലാവ് പോലെയുള്ള സംഭവങ്ങളുണ്ടായിട്ട് അതിൻ്റെ ഒരു കണക്ടിവിറ്റി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മളത് ചെയ്യുന്നത് ടിൻ കോട്ടിങ് ചെയ്യും. ഈ കോപ്പറിൻ്റെ പുറത്ത് ടിന്ന് കോട്ട് ചെയ്തിട്ടാണ് നമ്മൾ എർത്ത് ചെയ്യുന്നത്.